നെയ്യാറ്റിൻകര ഗോപനെ പ്രേക്ഷകർ മറന്നു കാണില്ലല്ലോ. ഏത് നെയ്യാറ്റിൻകര ഗോപൻ? മോഹൻലാൽ അഭിനയിച്ച സിനിമയിലെ നെയ്യാറ്റിൻകര ഗോപനല്ല. സമാധിയും സംസ്കാരവും ഒക്കെ വലിയ വാർത്തയായി നെയ്യാറ്റിൻകര ഗോപൻ. ഇപ്പോൾ സംസ്കാരം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായിരിക്കുന്നു. സംസ്കരിച്ചതു മുതൽ കുടുംബത്തിന് ഗോപൻ സ്വാമിയല്ല, ദൈവമാണ്. ദൈവത്തെ കാണാനായി ധാരാളം പേരാണ് ദിവസവും കാവുവിളാകത്തെത്തുന്നതെന്നാണ് മകൻ രാജസേനൻ പറയുന്നത്. ഞങ്ങളൊന്ന് അന്വേഷിച്ചു. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ സന്ദർശകരായി ഒരു കുഞ്ഞിനെയും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അരുൺ സോളമൻ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കണ്ടിട്ട് വരാം. ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടി നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയിട്ട് ഇപ്പോൾ 2 ആഴ്ചകൾ പിന്നിടുകയാണ്. ഏറെ വിവാദങ്ങളും ഏറെ ആരോപണങ്ങളൊക്കെ ഉയർന്നതിന് ശേഷമാണ് വീട്ടുകാർ ആദ്യം സമാധിയിരുത്തിയ ആ സമാധിത്തറ പൊളിക്കുകയും പിന്നാലെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുടുംബത്തിന് വിട്ടു നൽകുകയും വീണ്ടും ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ 18-ാം തീയതി ഇവിടെ ഋഷിപീഠം എന്ന് പറയുന്ന ഈ പേരിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ സമാധിയിരുത്തിയത്. കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തോട് തൊട്ടടുത്താണ് ഗോപൻ സ്വാമിയുടെ സമാധി ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ രാജസേനൻ തന്നെയാണ് അച്ഛൻ്റെ ഈ സമാധി സ്ഥലത്തും ദിവസവും പൂജാകർമ്മങ്ങൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം രാജസേനനുണ്ട്. നമ്മൾ ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം. അപ്പോൾ അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത് എന്ന്. അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം എന്നുകൊണ്ടാണ് ഈ സ്ത്രീയും ലോകം അറിഞ്ഞത്. അപ്പം അതങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു. അതങ്ങനെ ചെയ്യണം, നമ്മളത് ചെയ്യണം. അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത്. അച്ഛനും ഈ ഈശ്വരനെ അറിഞ്ഞത് അതുകൊണ്ടാണ്, ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞത് അതുകൊണ്ടാണ്. ഈ പ്രപഞ്ചം മൊത്തം അറിഞ്ഞില്ലേ, അതുകൊണ്ടാണ് അറിഞ്ഞത്. അല്ല, ഇപ്പോൾ സ്വാഭാവികമായി നമ്മളൊരു സാധാരണ ആൾക്കാർ മരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് മരണം രജിസ്റ്റർ ചെയ്യും. അങ്ങനെ അറിയിക്കുമ്പോൾ അതൊരു നിയമപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പം അതുമായിട്ട് നമുക്കിപ്പം ഇന്ന് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈശ്വര നിശ്ചയം പോലെ എല്ലാം നടക്കും. 2ാമത് സമാധിയിരുത്തിയതിനു ശേഷം ഈ മരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ഇതിനെ അന്വേഷണം പറയാം. സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പറയാം, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആളുകൾ വരുന്നുണ്ടോ ഇപ്പോൾ ഇവിടെ? ഒരുപാട് തീർത്ഥാടകർ വരുന്നുണ്ട്. ഒരുപാട് പേര് തൊഴാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കുന്നതായിരിക്കും. ആ ഈശ്വരൻ നിശ്ചയിക്കുന്നതിനപ്പുറം ഈ ലോകത്തൊന്നുമില്ല. ജാതി മത വിഭാഗങ്ങളും വരും. എല്ലാ ജാതി മത വർഗ ഭേദ വന്യമസാനും തീർച്ചയായിട്ടും ഈശ്വരനെ തൊഴാൻ ഇവിടെ വരുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, ശിവരാത്രിയോടനുബന്ധിച്ച് ശിവലിംഗ പ്രതിഷ്ഠ അടക്കമുള്ള ചടങ്ങുകൾ നടക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഭാവിയിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളുണ്ട്. അതെല്ലാം ഹൈന്ദവ സംഘടനകളുമായി തീരുമാനിച്ച് ഒരു കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് പുറം ലോകത്തോട് പറയുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഞങ്ങളുടെ പ്രതിനിധി അരുൺ സോളമൻ കുറേ നേരം അവിടെ ചെലവഴിച്ചു, ആരെയും കണ്ടില്ല. അപ്പോൾ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബമുള്ളത്. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ദൈവത്തെയൊക്കെ കാണാൻ ആര് വരും എന്നൊരു ചോദ്യവും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, വിശ്വസിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുമുണ്ട്, അല്ലേ? നമുക്കത് അവർക്ക് വിട്ടുകൊടുക്കാം.